അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ മരിച്ച മലയാളി നഴ്സ് രഞ്ജിതയ്ക്ക് വിട നൽകാൻ ഒരുങ്ങി നാട്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിച്ച മൃതദേഹം മന്ത്രിമാരായ വി ശിവൻകുട്ടിയും GR അനിലും ചേർന്ന് ഏറ്റുവാങ്ങി. പത്തനംതിട്ട പുല്ലാട്ട് വിവേകാനന്ദ ഹൈസ്കൂളിലെ പൊതുദർശനത്തിന് ശേഷം വൈകിട്ട് 4 മണിക്കാണ് സംസ്കാരം. CK അഭിലാലുണ്ട് വിവരങ്ങളുമായി. അഭിലാൽ, മൃതദേഹം എപ്പോഴത്തേക്ക് വീട്ടിൽ എത്തും? ഈ പൊതുദർശനത്തിന് ശേഷം വീട്ടിലും പൊതുദർശനം ഉണ്ടാകുമോ? വിശദവിവരങ്ങൾ എന്തൊക്കെയാണ് അഭിലാൽ? രഞ്ജിത പഠിച്ച സ്കൂളാണ് പുല്ലാട് വിവേകാനന്ദ ഹൈസ്കൂൾ. ഇവിടെയാണ് പൊതുദർശനത്തിനുള്ള ക്രമീകരണം ഒരുക്കിയിട്ടുള്ളത്. പ്രധാന കവാടം കടന്ന് എത്തുന്ന ആളുകൾ നേരെ ഈ വഴി കടന്നാണ് എത്തേണ്ടത്. അന്തിമോപചാരം അർപ്പിക്കാൻ ഉള്ള ആളുകൾ എല്ലാവരും പൊതുദർശനത്തിന് ക്രമീകരണം ഏർപ്പെടുത്തിയ സ്കൂൾ പരിസരത്തേക്ക് എത്തണമെന്നുള്ളതാണ് പൊതുവായി കുടുംബാംഗങ്ങളും അതോടൊപ്പം തന്നെ ജില്ലാ ഭരണകൂടവും അറിയിച്ചിട്ടുള്ളത്. ഇവിടെയായിരിക്കും ഭൗതിക ശരീരമടങ്ങുന്ന പേടകം വയ്ക്കുക. ഇങ്ങനെ ഇതുവഴി വന്ന് അന്തിമോപചാരം അർപ്പിച്ച ശേഷം എതിർ ദിശയിലൂടെ കടന്ന് പുറത്തേക്ക് മറ്റൊരു വഴിയിലൂടെ പോകണം എന്നുള്ളതാണ്. പ്രധാനപ്പെട്ട അതിഥികളായി എത്തുന്ന ആളുകൾക്ക് ഇരിക്കാനുള്ള ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. 10 മണി മുതൽ 2 മണി വരെയാണ് ഇവിടെ പൊതുദർശനത്തിനുള്ള ക്രമീകരണം. മൃതശരീരം വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് കൊട്ടാരക്കരയ്ക്ക് സമീപം എത്തിയിട്ടുണ്ട്. ചുരുക്കത്തിൽ അടുത്ത 1 മണിക്കൂർ സമയത്തിനുള്ളിൽ മൃതശരീരം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര ഇവിടേക്ക് എത്തിച്ചേരും. കോയിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്, സുജാത. ഇവിടുത്തെ ക്രമീകരണങ്ങൾ പരമാവധി ആളുകൾ ഇവിടെ തന്നെ എത്തണമെന്നുള്ളതാണ് നമ്മുടെ അഭ്യർത്ഥന, അല്ലേ? ഇന്നലെ ഞങ്ങൾക്ക് കലക്ടർ 4:30 ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടിയിട്ടുണ്ടായിരുന്നു. ആ മീറ്റിങ്ങിൽ കലക്ടർ ഞങ്ങളോട് പറഞ്ഞ് ആ വീട്ടിൽ ചെന്ന് അന്വേഷിക്കണം, നിങ്ങൾക്ക് എത്ര സമയം അവിടെ അന്നേരം പറഞ്ഞ് ആ വീട്ടിൽ ചെന്ന് ഞാനും സിന്ധുലക്ഷ്മി എന്ന് പറഞ്ഞ മെമ്പറും കൂടെ പോയി അന്വേഷിച്ച്. അപ്പം മെമ്പർ സാറ് പറഞ്ഞ് അവർ വീട്ടുകാർ പറഞ്ഞേക്കുന്നത് 2 മണി വരെ ആൾക്കാർക്ക് പൊതുദർശനത്തിൽ വെക്കാം, വീട്ടിലോട്ട് ആരും ചെല്ലുവൊന്നും വേണ്ട, മീഡിയക്കാർ പോലും ചെല്ലണ്ട, അവർക്ക് അവരുടെ വീട്ടുകാരും ഞങ്ങൾക്ക് ഇതിനകത്ത് സമയം വേണം. അപ്പം അവിടെ 4:30 അടക്കത്തുള്ളൂ, 4:30. അപ്പം അതിനെ സംബന്ധിച്ച് ഒരുപാട് സജ്ജീകരണങ്ങൾ ചെയ്യാനുണ്ട്. ജനങ്ങൾ ചെന്ന് പറഞ്ഞാൽ അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ്. ചുരുക്കത്തിൽ പൊതുദർശനത്തിന് ശേഷമുള്ള 2 മണിക്കൂർ സമയം, അതായത് 2 മണിക്ക് ശേഷം 4:30 വരെയുള്ള സമയം കുടുംബാംഗങ്ങൾക്ക് മാത്രമായി വീട്ടിൽ അന്തിമോപചാരം അർപ്പിക്കാൻ ഉള്ള അവസരം എന്നുള്ള തരത്തിലേക്കാണ് കുടുംബാംഗങ്ങളുടെ ആഗ്രഹം. കുടുംബാംഗങ്ങൾക്ക് പുറമെ NSS കരയോഗം പ്രതിനിധികൾ മാത്രമായി അവിടുത്തെ ചടങ്ങുകൾ പരിമിതപ്പെടുത്തണമെന്നുള്ള താല്പര്യമാണ് കുടുംബാംഗങ്ങൾ ജില്ലാ ഭരണകൂടത്തോട് അഭ്യർത്ഥിച്ചിട്ടുള്ളത്. ആ നിലയ്ക്കായിരിക്കണം എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടവും താല്പര്യപ്പെടുന്നത്. അതേസമയം തന്നെ രഞ്ജിതയോടുള്ള ആദര സൂചകമായി പുല്ലാടും പരിസര പ്രദേശങ്ങളിലുമുള്ള വ്യാപാര സ്ഥാപനങ്ങൾ രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെ അടച്ചിടും. ഇവിടേക്ക് എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നത് വലിയ തോതിലുള്ള ആളുകളെയാണ്. അതിനാൽ തന്നെ ഗതാഗതത്തിനും ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. രഞ്ജിത പഠിച്ച പുല്ലാട് സ്കൂളിലാണ് പൊതുദർശനത്തിനുള്ള ക്രമീകരണങ്ങൾ നടത്തിയിട്ടുള്ളത്. പരിസര പ്രദേശത്തുള്ളവരും ആദരസൂചകമായി ഇന്ന് കടകളടച്ചും മറ്റും ഒപ്പം ചേരുന്നുണ്ട്. ഈ ദുഃഖത്തിൽ, ആ നാടാകെ ദുഃഖത്തിൽ ഒരുമിച്ച് ചേരുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്.